ജീവിത നിഷേധിയായ ഒരു കാഴ്ചപ്പാടും ഭഗവത്ഗീതയ്ക്ക് സ്വീകാര്യമല്ല. ഒരു ദർശനം നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അത് നമ്മളുടെ ഹൃദയത്തെയും ബുദ്ധിയെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. ഈ കാര്യത്തിൽ ഗീതയ്ക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. 7-ാം അധ്യായത്തിൽ ആരാണ് ഈശ്വരൻ അല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ എന്ന് വിവിധ ഉദാഹരണങ്ങളുടെ പറഞ്ഞതിന് ശേഷം, അതായത് അഗ്നിയിലെ തേജസ്സാണ്, എല്ലാ ജീവജാലങ്ങളുടെയും ബീജമാണ്, വേദത്തിലെ പ്രണവമന്ത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം 11-ാമത്തെ ശ്ലോകത്തിൽ, 7-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: ബലം ബലവതാമസ്മി കാമരാഗ വിവർജിതം ധർമ്മ അവിരുദ്ധ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഒരു മനോഹരമായ ശ്ലോകമാണിത്. ബലവാന്മാരിലെ ബലം ഞാനാണ്, ശക്തിയുള്ളവരിലെ ശക്തി ഞാനാണ്. പക്ഷേ ആ ശക്തി എങ്ങനെയായിരിക്കണം? കാമ രാഗ വിവർജിതവും. കാമവും രാഗവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ബലമാണ് ഞാൻ. ബലം കാമത്താൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാൽ അല്ലെങ്കിൽ ആർത്തിയാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ഗീതയ്ക്ക് അതിനോട് താല്പര്യമില്ല. ധാർമ്മികമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിറകിൽ ബലവത്തായ ഒരു ആദർശമുണ്ടായിരിക്കണം. അതിന് മറ്റൊന്നും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല. കാമമായിരിക്കരുത്, സ്വാർത്ഥലാഭമായിരിക്കരുത് അതിന് പിന്നിലുള്ള പ്രേരക ശക്തി എന്ന കാര്യത്തിൽ ഗീത നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ കാമവും രാഗവും ഇല്ലാത്ത, അല്ലെങ്കിൽ കാമത്താലും രാഗത്താലും സ്വാധീനിക്കപ്പെടാത്ത ശക്തിയാണ്, ബലമാണ് താൻ, അല്ലെങ്കിൽ ഫലമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശത്തേക്ക് കൂടി പറയുന്നു: ധർമ്മ അവിരുദ്ധ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഞാൻ കാമമാകുന്നു. പക്ഷെ എങ്ങനത്തെ കാമം? ധർമ്മ അവിരുദ്ധം. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമവും ഞാൻ തന്നെയാകുന്നു. കാമം എന്ന വാക്ക് കേൾക്കുമ്പോൾ, പ്രേമം എന്ന വാക്ക് കേൾക്കുമ്പോൾ, ആഗ്രഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ പേടിച്ചോടുന്ന ഒരു ദർശനമല്ല ഗീതാ ദർശനം എന്ന് പറയുന്നത്. ആവശ്യത്തിന് ഇതെല്ലാം ഉണ്ടായിരിക്കണം. പക്ഷെ എന്തിനും അടിസ്ഥാനം അത് ധർമ്മത്തിന് യോജിച്ചു പോകുന്നുവോ എന്നുള്ളതായിരിക്കണം. ധർമ്മത്തിന് വിരുദ്ധമായത് ഒന്നും തന്നെ ഭഗവത്ഗീത സ്വീകരിക്കുന്നില്ല. അതേസമയം തന്നെ ധർമ്മത്തിന് അവിരുദ്ധമായത്, ധർമ്മത്തിന് വിരോധമില്ലാത്ത കാമത്തെ ഭഗവത്ഗീത അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതൊട്ടും തന്നെ നിഷേധാത്മകമല്ല. ഇത് വളരെ പുരോഗമനാത്മകമായ ഒരു ജീവിത വീക്ഷണമാണ്. അപ്പോൾ ധർമ്മത്തിന് അവിരുദ്ധമായ, ധർമ്മത്തിന് എതിർപ്പില്ലാത്ത, ധർമ്മത്തിന് എതിരല്ലാത്ത എല്ലാവിധ ആഗ്രഹങ്ങളും എല്ലാവിധ കാമങ്ങളും കൊണ്ടു നടക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. മനുഷ്യൻ ഒരു ജൈവിക ഭൂതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്ക് മോഹങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും ആഗ്രഹിക്കുന്നതിനോ മോഹിക്കുന്നതിനോ നമുക്കൊന്നും തന്നെ തടസ്സമല്ല. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും അത് ധർമ്മവിരുദ്ധമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മം ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം വേറെയുണ്ട്. ധർമ്മം എന്ന് പറയുമ്പോൾ നാം ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്കും തനിക്കും ദോഷമല്ലാതിരിക്കുമ്പോൾ അതിനെ മൊത്തത്തിൽ നമുക്ക് ധാർമ്മികം എന്ന് നമുക്ക് പറയാം. അന്യന് ദോഷമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏകദേശം ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ധർമ്മത്തെ വ്യാഖ്യാനിക്കാം. തനിക്ക് ഗുണകരമായിരിക്കണം, അന്യനും ഗുണകരമായിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തിന്റെ പിറകിലുള്ള ആ തത്വശാസ്ത്രം. അങ്ങനെയായിരിക്കണം. അങ്ങനെ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത, കാമരാഗാദികൾ ഏശാത്ത, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത മോഹം അല്ലെങ്കിൽ അഥവാ കാമം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത ഉദാത്തമായ ഒരു ജീവിത ദർശനത്തിന്റെ, ഒട്ടും തന്നെ നിഷേധാത്മകമല്ലാത്ത ഒരു ജീവിത ദർശനത്തിന്റെ കാവലാളാവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.